ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തുതി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. 137 സങ്കീർത്തനം, അതിൻ്റെ 4, 5, 6 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. യെരുശലേമിനെ എൻ്റെ മുഖ്യ സന്തോഷത്തേക്കാൾ, നിന്നെ ഞാൻ ഓർക്കാതെ പോയാൽ, യെരുശലേമിനെ എൻ്റെ മുഖ്യ സന്തോഷത്തേക്കാൾ വിലമതിക്കാതെ പോയാൽ, എൻ്റെ നാവ് അണ്ണാക്കിനോട് പറ്റിപ്പോകട്ടെ. മുഖ്യ സന്തോഷം. യെരുശലേമിനെ എൻ്റെ മുഖ്യ സന്തോഷത്തേക്കാൾ വിലമതിക്കാതെ പോയാൽ എൻ്റെ നാവ് അണ്ണാക്കിനോട് പറ്റിപ്പോകട്ടെ. ദൈവത്തിന് സ്തോത്രം. ബാബേൽ നദികളുടെ തീരത്ത് ബാബിലോണിയൻ അടിമത്തത്തിലേക്ക് ബന്ധികളായി പിടിക്കപ്പെട്ട് കൊണ്ടുപോയതായ ഇസ്രായേൽ ജനം അവിടെ ബാബിലോണിയൻ സാമ്രാജ്യത്തിൽ ബാബേൽ നദികളുടെ തീരത്ത് ഇരുന്ന് കരയുകയാണ്, നിരാശയോടെ കരയുകയാണ്. ഞങ്ങളുടെ സുവർണ കാലഘട്ടങ്ങളെല്ലാം കഴിഞ്ഞു പോയല്ലോ. പണ്ടത്തെ നല്ലൊരു കാലം, പണ്ടത്തെ ഒരു നല്ല കാലം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇന്ന് അതെല്ലാം നഷ്ടപ്പെട്ടു പോയി. അന്ന് ഞങ്ങൾക്ക് സ്വർഗീയമായ ആരാധനയുണ്ടായിരുന്നു. അന്ന് വളരെ പ്രൗഢഗംഭീരമായ സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾക്ക് സംഗീതമുണ്ടായിരുന്നു. ആ സംഗീതത്തിൻ്റെ അകമ്പടിയോടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ആത്മാവിൽ ഞങ്ങൾ ആരാധിച്ച കാലം ഇന്ന് അതെല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ. ഞങ്ങൾ അടിമത്തത്തിലായല്ലോ. പിശാചിൻ്റെ അടിമത്തത്തിൽ ഞങ്ങൾ ഞെരിഞ്ഞമർന്ന് ജീവിക്കുകയാണ്. അങ്ങനെ അടിമപ്പാടിൽ കിടക്കുമ്പോൾ ഞങ്ങൾക്ക് സംഗീതമില്ല, പഴയ സംഗീതമില്ല, പഴയ ആരാധനയില്ല. ദൈവത്തിന് സ്തോത്രം. കാരണം ഞങ്ങൾ സ്ഥാനം തെറ്റിപ്പോയി. ഞങ്ങൾ യെരുശലേം ദേവാലയത്തിൽ അതിനോട് ചുറ്റിപ്പറ്റി ദൈവിക സാന്നിധ്യമുള്ളതായ സ്ഥലത്ത് ഞങ്ങൾ ജീവിക്കേണ്ടവരായിരുന്നു. അവിടെ സത്യാരാധന ഉണ്ടായിരുന്നു, അവിടെ ദൈവവചനം ഉണ്ടായിരുന്നു, അവിടെ പരിശുദ്ധാത്മാവിൻ്റെ തീ അവിടെ വ്യാപരിച്ചുകൊണ്ടിരുന്നു, അവിടെ സ്വർഗീയ സംഗീതം ഉണ്ടായിരുന്നു, മനുഷ്യശബ്ദമായിരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആ യെരുശലേം എന്ന് പറയുന്നതായ ആരാധനാ സ്ഥലം വിട്ട് ഞങ്ങളുടെ പാപം നിമിത്തം, ഞങ്ങളെ നടത്തിയവരുടെ പാപം നിമിത്തം, ഞങ്ങളുടെ രാജാക്കന്മാരുടെ പാപം നിമിത്തം ഞങ്ങൾ അവിടെ നിന്നെല്ലാം പോരേണ്ടി വന്നല്ലോ. ഞങ്ങളെ ബന്ദികളായി അടിമകളാക്കി നെബൂഖദ്നേസർ ചക്രവർത്തി പിടിച്ചുകൊണ്ട് വന്ന് ഞങ്ങളുടെ ദേവാലയം കൊള്ളയിട്ടു, രാജധാനി കൊള്ളയിട്ടു, ഞങ്ങളുടെ ദേശത്തിൻ്റെ യെരുശലേമിൻ്റെ മതിലുകളെല്ലാം തകർത്ത് ഈ അന്യദേശത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണല്ലോ. പണ്ടത്തെ കാലം അവരോർത്ത് നിരാശയോടെ നെടുവീർപ്പിട്ട് കരയുകയാണ്. ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങളിരുന്നു. സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. അതിൻ്റെ നടുവിലെ അലരിവൃക്ഷങ്ങളിന്മേൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു. പണ്ട് സംഗീതത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിന്നരങ്ങൾ അതെല്ലാം അവിടെ അലരിവൃക്ഷങ്ങളിന്മേൽ തുരുമ്പെടുത്ത് തൂങ്ങിക്കിടക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളെ ബദ്ധരാക്കിക്കൊണ്ടുപോയവർ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് ചൊല്ലുവീനെന്ന് പറഞ്ഞ് ഗീതങ്ങളെയും ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെയും ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങളെ ബന്ദികളാക്കി, ഞങ്ങളെ അടിമകളാക്കി പിടിച്ചുകൊണ്ട് പോയവർക്ക് ഇപ്പോൾ അവർക്ക് സന്തോഷം വേണം. അവർക്ക് സന്തോഷമില്ല. അവർ സന്തോഷത്തെ ഞങ്ങളോട് ചോദിച്ചു. സന്തോഷം കിട്ടണമെങ്കിൽ നിങ്ങളുടെ ആരാധനാ ഗീതങ്ങളൊന്ന് പാടിക്ക്, മനോഹരമായ നിങ്ങളുടെ ഗീതങ്ങളൊന്ന് പാടിക്ക്. ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് എങ്ങനെ? പക്ഷേ ഞങ്ങൾക്ക് യഹോവയുടെ ഗീതം ഈ അന്യദേശത്ത് പാടാൻ പറ്റുകയില്ല. ഞങ്ങൾ അന്ന് ആരാധനയുള്ള ഞങ്ങളുടെ യെരുശലേമിൽ സ്വർഗീയ ആ ആരാധനാ സ്ഥലത്ത് ഞങ്ങൾക്ക് അന്ന് സംഗീതമുണ്ടായിരുന്നു, അന്ന് മനോഹരമായ ഗാനങ്ങളുണ്ടായിരുന്നു, അന്ന് സന്തോഷവും സമാധാനവും സൗഖ്യവും ആശ്വാസവും നൽകുന്ന സ്വർഗീയ ആരാധനയുണ്ടായിരുന്നു. ഇന്ന് ഈ ബന്ധനത്തിൽ കിടക്കുമ്പോൾ, ശത്രുവിൻ്റെ ബന്ധനത്തിൽ കിടക്കുമ്പോൾ, സാത്താൻ്റെ അടിമത്തത്തിൽ കിടക്കുമ്പോൾ, പാപം കയറി ഗ്രസിച്ച് നമ്മെ തകർത്ത് പിശാചിൻ്റെ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുമ്പോൾ എവിടെ ആരാധന, എവിടെ സന്തോഷം? എല്ലാം തകർന്നല്ലോ, സമാധാനമില്ലല്ലോ. അവർ ചോദിക്കുന്നു, ആ കൊണ്ടുപോയവരായ ബദ്ധരാക്കി കൊണ്ടുപോയവർ തന്നെയാണ് ചോദിക്കുന്നത്, ഞങ്ങൾക്കും സന്തോഷം വേണ്ടേ? നിങ്ങളുടെ ആ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് ചൊല്ലുവിൻ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ ജനം പറയുകയാണ്, ഹൗ ക്യാൻ വി സിങ് ഫോർ ദം വെൻ വി ആർ ഇൻ എ ഫോറിൻ ലാൻഡ്സ്. ഞങ്ങളിങ്ങനെ അന്യദേശത്ത് ബന്ദികളായി കിടക്കുമ്പോൾ, അടിമത്തത്തിൽ കിടക്കുമ്പോൾ, ഹൗ ക്യാൻ വി സിങ് ഫോർ ദം, ഞങ്ങൾക്ക് അവർക്ക് വേണ്ടി എങ്ങനെ പാടാൻ കഴിയും? ഞങ്ങൾക്ക് സമാധാനമില്ല, ഞങ്ങൾക്ക് സന്തോഷമില്ല.
പണ്ട് ആരാധനയുണ്ടായിരുന്നു, ശരിയാണ്. പക്ഷേ ഇന്ന് ഒന്നുമില്ല, എല്ലാം കെട്ടടങ്ങിപ്പോയി. എല്ലാം ആ പ്രകാശങ്ങളെല്ലാം അന്ധകാരമായി പോയി. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഞങ്ങളെങ്ങനെ പാടും ദൈവത്തിന് സ്തോത്രം? എന്നിട്ട് അവർ പറയുകയാണ്, അവരുടെ സ്വന്തം മനോഗതം പോലെ അവർ പാടുകയാണ്. എന്താണ്? യെരൂശലേമേ നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ, യെരൂശലേമേ നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ എന്റെ വലങ്കൈ മറന്നു എൻ്റെ വലങ്കൈ മറന്നു പോകട്ടെ. പണ്ട് കിന്നരം വായിച്ചുകൊണ്ടിരുന്നതായ, വീണ വായിച്ചുകൊണ്ടിരുന്നതായ, കൈത്താളം കൊട്ടിക്കൊണ്ടിരുന്നതായ ഈ എൻ്റെ കയ്യിൽ, ദൈവമേ, ആ കൈകൾ മറന്നു പോകട്ടെ. കാരണം അതൊക്കെ ഇനി എന്തിനു ഉപയോഗിക്കണം? അതെല്ലാം പഴയ കാലങ്ങളല്ലേ. യെരൂശലേമേ നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ എൻ്റെ വലങ്കൈ മറന്നു പോകട്ടെ. നിന്നെ ഞാൻ ഓർക്കാതെ പോയാൽ, യെരൂശലേമിനെ എന്റെ മുഖ്യ സന്തോഷത്തേക്കാൾ വിലമതിക്കാതെ പോയാൽ, യെരൂശലേമിനെ എൻ്റെ മുഖ്യ സന്തോഷത്തേക്കാൾ വിലമതിക്കാതെ പോയാൽ, എന്റെ നാവ് അണ്ണാക്കിനോട് പറ്റിപ്പോകട്ടെ. ഇനി എനിക്ക് നാവ് എന്തിനാണ്? എൻ്റെ ആരാധന നഷ്ടപ്പെട്ടു പോയല്ലോ, ദൈവിക സംസർഗം നഷ്ടപ്പെട്ടു പോയല്ലോ. ദൈവത്തിന് സ്തോത്രം. പിന്നെ എനിക്ക് എന്തിനാ നാവ്? സ്തോത്രം. ഞാൻ ആരാധനയ്ക്ക് വേണ്ടി ദൈവത്തെ വാഴ്ത്തിപ്പാടി സ്തുതിച്ചുകൊണ്ടിരുന്നതായ നാവ്, ഇപ്പോൾ ആ നാവ് എനിക്ക് അനക്കാൻ കഴിയുന്നില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്തുതി നഷ്ടപ്പെട്ടു പോയി. ആത്മാവിൻ്റെ സ്തുതി നഷ്ടപ്പെട്ടു പോയി. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. യെരൂശലേമേ നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ എൻ്റെ വലങ്കൈ മറന്നു പോകട്ടെ. നിന്നെ ഞാൻ ഓർക്കാതെ പോയാൽ, യെരൂശലേമിനെ എൻ്റെ മുഖ്യ സന്തോഷത്തേക്കാൾ വിലമതിക്കാതെ പോയാൽ, എൻ്റെ നാവ് അണ്ണാക്കിനോട് പറ്റിപ്പോകട്ടെ. ദൈവത്തിന് സ്തോത്രം. മുഖ്യ സന്തോഷം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മുഖ്യ സന്തോഷം ഇന്ന് ഏതാണ്? നിങ്ങളുടെ മുഖ്യ സന്തോഷം ഏതാണ്? ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ സമ്പത്താണോ? സമ്പത്ത് കൂടുമ്പോഴാണോ മുഖ്യ സന്തോഷം? അല്ല, നിങ്ങൾക്ക് ലോകത്തിൻ്റെ സുഖ സൗകര്യങ്ങളെല്ലാം ആസ്വദിക്കുമ്പോഴാണ് മുഖ്യ സന്തോഷം? ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവർ, എന്തെല്ലാം ഈ ലോകത്ത് കിട്ടിയാലും, എന്തെല്ലാം നേടിയാലും, പ്രിയപ്പെട്ടവരെ, ഉന്നതമായ സ്ഥാനമാനങ്ങൾ കിട്ടിയാലും, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ സന്തോഷമെല്ലാം പെട്ടെന്ന് ക്ഷണഭംഗുരങ്ങളാണ്. പെട്ടെന്ന് അസ്തമിച്ചു പോകും. പെട്ടെന്നെല്ലാം തീർന്നു പോകും. ഒറ്റ നിമിഷം. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം വിട്ട് നാം പറന്നു പോകേണ്ടി വരും കേട്ടോ. ദൈവത്തിന് സ്തോത്രം. പിന്നെ ഈ ശരീരം, ഞാൻ ഈ വിലമതിച്ചുകൊണ്ട് കിടന്ന ഈ ശരീരം, സുഖത്തിനും സുഖിച്ച് പുളയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചതായി അവയവങ്ങളും എല്ലാം ചലനമറ്റ്, പ്രിയപ്പെട്ടവരെ, ഒരു കിടക്കയിൽ കിടക്കും. പിന്നെ അത് പൊടിമണ്ണിലേക്കാകും. ദൈവത്തിൻ്റെ സ്തോത്രം. പിന്നെ അത് പൊടിമണ്ണായി തീരും. എൻ്റെ ദൈവമേ, ഇതല്ലേ പ്രിയപ്പെട്ടവരെ ജീവിതം? ഇന്ന് നിങ്ങളുടെ മുഖ്യ സന്തോഷം ഏതാണ്? തിരിഞ്ഞു നോക്കണം പ്രിയപ്പെട്ടവരെ. മുഖ്യ സന്തോഷം എൻ്റെ യേശുവിനോട് കൂടിയുള്ളതായ ആ സ്ഥിരമായ സ്വർഗരാജ്യമാണോ നിങ്ങളുടെ മുഖ്യ സന്തോഷം? അതോ ഈ ഭൂമിയാണോ? ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്ന ലോകമാണോ? ലോകത്തിലെ സുഖ സൗകര്യങ്ങളാണോ? സമ്പത്താണോ? സൗന്ദര്യമാണോ? പണമാണോ? പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് നിങ്ങളുടെ മുഖ്യ സന്തോഷം ഏതാണ്? ദൈവമേ, എനിക്ക് മറ്റൊന്നും ഒരു മുഖ്യ സന്തോഷമാകാതെ എൻ്റെ കർത്താവെ, നിന്നോടുകൂടിയുള്ളതായ ആ സ്വർഗീയ സംസർഗം, ദ പേഴ്സണൽ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്, കർത്താവെ, നിന്നോടുള്ള ആ വ്യക്തിപരമായ ആ ഇഴയടുപ്പമുള്ളതായ ബന്ധം, ആ സ്നേഹബന്ധം, യേശുക്രിസ്തുവിനോടുള്ള ആ ഇൻറ്റിമേറ്റ് റിലേഷൻ, ഏറ്റവും ഹൃദയംഗമായ ബന്ധം, എൻ്റെ കർത്താവെ, അതൊരു രക്തബന്ധമാണല്ലോ. അതിലും വലിയ രക്തബന്ധം വേറെ ഉണ്ടോ? കർത്താവെ, ആ ബന്ധം, അതാണ് എൻ്റെ മുഖ്യ സന്തോഷം. ആണോ പ്രിയപ്പെട്ടവരെ? അങ്ങനെയെങ്കിൽ ആ മുഖ്യ സന്തോഷം അത് നിലനിൽക്കും. ദൈവത്തിന് സ്തോത്രം. ഈ ജീവിതത്തിൽ വ്യക്തമായൊരു ലക്ഷ്യം നമുക്ക് വേണം. വ്യക്തമായൊരു ലക്ഷ്യം. എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? ഭൂമിയിലെ കുറേ കാര്യങ്ങളൊക്കെ സാധിക്കണം. കുട്ടികളാണെങ്കിൽ പഠിക്കണം, നന്നായിട്ട് പഠിക്കണം, ജോലി കിട്ടണം, ഉന്നതമായ ഉദ്യോഗത്തിൻ്റെ പദവികൾ അലങ്കരിക്കണം, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനാകണം. അങ്ങനെ പല പല സ്വപ്നങ്ങളുണ്ടായിരിക്കും, ലക്ഷ്യങ്ങളുണ്ടായിരിക്കും. അല്ല, പ്രായപൂർത്തിയായവരാണെങ്കിൽ പോലും അവർക്ക് ഈ ലോകത്തിൽ ഉന്നതനാകണം, നല്ല സ്ഥാനമാനങ്ങൾ അലങ്കരിക്കണം, അല്ലെങ്കിൽ പണം സമ്പാദിക്കണം. ഇങ്ങനെയെല്ലാം ആഗ്രഹങ്ങൾ തെറ്റല്ല, ലോകപ്രകാരം തെറ്റല്ല. പക്ഷേ നല്ല ലക്ഷ്യങ്ങൾ വേണം. അത് ശരിയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന അബ്ദുൽ കലാം ഒരിക്കൽ പറഞ്ഞു, യു ഷുഡ് ഹാവ് ഗ്രേറ്റ് ഡ്രീംസ്. നിങ്ങൾക്ക് ഉന്നതമായ സ്വപ്നങ്ങൾ കാണണം. ദൈവത്തിൻ്റെ സ്തോത്രം. അദ്ദേഹം പറഞ്ഞു, ടു ഡ്രീം സ്മോൾ തിങ്സ് ഈസ് എ ക്രൈം.
ചെറിയ കാര്യങ്ങൾ സ്വപ്നം കാണുന്നത് തെറ്റാണ്, അതൊരു കുറ്റമാണ്. നിങ്ങൾ ഉന്നതമായ സ്വപ്നങ്ങളുള്ളവരായിരിക്കണം, ഉന്നതമായ സ്വപ്നങ്ങൾ. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അത് അദ്ദേഹം പറഞ്ഞു, ശരിയാണ്. പക്ഷേ ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങളുടെ സ്വപ്നം ഏതാണ്? ഏറ്റവും വലിയ സ്വപ്നം, മുഖ്യ സന്തോഷം ഏതാണ്? ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു ലക്ഷ്യം ജീവിതത്തിൽ വേണം. ഞാൻ ഈ ലോകം വിട്ടു പോകും, അതിനുശേഷം നിത്യതയുണ്ട്, ഒരു സ്വർഗമുണ്ട്, ഒരു നരകമുണ്ട്. പ്രിയപ്പെട്ടവരെ, അതൊരു സത്യം തന്നെയാണ്, സത്യമാണ്. ആ ഇറ്റേണൽ ലൈഫ് എന്ന് പറയുന്നത്, സ്വർഗരാജ്യം എന്ന് പറയുന്നത് ഒരു സത്യമാണ്. ദാറ്റ്സ് എ പ്ലേസ്, ഒരു സ്ഥലം തന്നെയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. D.L. മോഡിയുടെ ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചു, അതൊരു പ്ലേസ്, അതൊരു സ്ഥലമാണത്. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ ഗോളാന്തരങ്ങൾക്ക് അപ്പുറം, നക്ഷത്രങ്ങൾക്ക് അപ്പുറം എവിടെയോ ഒരു സ്ഥലത്ത്, ഒരു സ്ഥലമാണത്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ വലിയ ഉന്നതമായ ആ സ്വർഗീയമായ ആ സ്ഥലത്തേക്കാണ് കർത്താവ് വരുമ്പോൾ നമ്മെ എടുത്തുകൊണ്ട് പോകുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, അതുപോലെ ഒരു യാതനാ സ്ഥലവുമുണ്ട്, നിത്യമായ യാതനാ സ്ഥലമുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. ഒരു നരകമുണ്ട്, പിശാചിനും അവൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്നതായ നരകമുണ്ട്, അതും സത്യമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ഇത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം റിയാലിറ്റിയാണ്. നിങ്ങളിതെല്ലാം പ്രസംഗിക്കാനുള്ളൊരു വിഷയമായിട്ട് കേൾക്കരുത്. ഞാനിതിനെ ഏതെങ്കിലും ഒന്നിനെ അഭിമുഖീകരിച്ചേ പറ്റൂ. എപ്പോഴും ഒരു ക്രിസ്ത്യാനി ഓർക്കേണ്ട 4 കാര്യങ്ങൾ സഭ ആ പ്രാർത്ഥനാ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. എപ്പോഴും ഓർക്കേണ്ട 4 കാര്യങ്ങൾ. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു മരണമുണ്ട്, എപ്പോഴും ഓർക്കണം. ഒരു മരണം, അത് ഒഴിവാക്കാൻ പറ്റുകയില്ല. ഏത് ഉന്നതനും മരണം ഒഴിവാക്കാൻ സാധ്യമല്ല. മരണത്തെ ഫേസ് ചെയ്യാതെ ആ മരണം ഒഴിവാക്കാൻ ഏതോ ഒരു ചക്രവർത്തി ശ്രമിച്ച കാര്യമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. മരണം ഒഴിവാക്കാൻ ആർക്കും സാധ്യമല്ല. ദൈവത്തിൻ്റെ സ്തോത്രം. മാൻ ഈസ് മോർട്ടൽ, മനുഷ്യൻ മരിക്കാനുള്ളവനാണ്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ മരണശേഷം മറ്റൊരു യാഥാർത്ഥ്യം, ന്യായവിധിയുണ്ട്. മരണം, ന്യായവിധി. ഈ ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ചും നമ്മുടെ ചിന്തകൾക്കനുസരിച്ചും നമ്മളുടെ സംസാരങ്ങൾക്കനുസരിച്ചും വാക്കുകൾക്കും എല്ലാത്തിനും ഒരു ന്യായവിധിയുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതെല്ലാം വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ന്യായവിധി എന്നുള്ള വിഷയം വലിയ വിശാലമായൊരു വിഷയമാണ്. വചനത്തിൽ പല സ്ഥലത്തും ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കാനല്ല. നിങ്ങൾ ഓർക്കണം, എപ്പോഴും ഓർക്കേണ്ട 4 കാര്യങ്ങൾ. 1 മരണം, 2 ന്യായവിധി, 3 സ്വർഗം. സ്വർഗം എപ്പോഴും ഓർക്കണം, ഒരു സ്വർഗമുണ്ട്. എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഒരു സ്വർഗരാജ്യമുണ്ട്. അവൻ വാഗ്ദാനം ചെയ്തവനാണ്. അവൻ വാക്ക് മാറുമോ? സ്വർഗത്തിലെ ദൈവം അവൻ്റെ സ്വന്തം നാവുകൊണ്ട് പറഞ്ഞത് മാറുമോ? ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ, സ്ഥലമാണത്, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടം, പ്ലേസ്, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും. സ്തോത്രം. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന്. ഇപ്പം എവിടെ ഇരുത്താൻ പോകുന്നത്? കർത്താവിൻ്റെ കൂടെയാണ് നമ്മൾ ഇരുത്താൻ പോകുന്നത്. അതാണ് സ്വർഗം. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് പിന്നെയും നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ വരും. ഞാൻ രണ്ടാമത് വരും. ദൈവത്തിന് സ്തോത്രം. എത്രയോ വചനഭാഗങ്ങൾ അതെല്ലാം തെളിവായി കിടക്കുന്നു. പ്രവാചകന്മാരെല്ലാം പഴയ കാലം മുതൽ ഇതെല്ലാം പ്രവചിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, വീണ്ടും വെളിപ്പാട് പുസ്തകത്തിലും അത് തന്നെ പ്രവചിക്കുന്നു. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നടക്കാൻ പോവുകയാണ്. ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും. സ്തോത്രം. ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും. കർത്താവ് നമ്മെ ചേർക്കാനാണ് വരുന്നത് സ്വർഗരാജ്യത്തിലേക്ക്. അപ്പോൾ 3 കാര്യങ്ങൾ. 1 മരണം, 2 ന്യായവിധി, 3 സ്വർഗം. ഈ സ്വർഗത്തിലെത്തിയില്ലെങ്കിലോ എല്ലാവരും എടുക്കപ്പെടുകയില്ല. ക്രിസ്തുവിൽ മരിച്ചവർ മാത്രം മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണത്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും, തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായത്തിൽ 6 മുതലുള്ള വാക്യങ്ങൾ പറയും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ക്രിസ്തുവിൽ മരിച്ചവർ, ക്രിസ്തുവിലുള്ള ശരണത്തിൽ നിന്ന് പ്രാപിച്ചവർ, അവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ജീവനോടെ ശേഷിക്കുന്ന നാം ആ മരിച്ചവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടും. സ്തോത്രം.
പ്രിയപ്പെട്ടവരെ, ഈ വചനം കൊണ്ട് നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കാനാണ് അപ്പോസ്തലൻ പറയുന്നത്. ഇതൊരു സത്യമായ കാര്യമാണ്. ഒരു സ്വർഗമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൽ മരിക്കണം. ക്രിസ്തുവിൽ ജീവിച്ചാൽ ക്രിസ്തുവിൽ മരിക്കാം. ക്രിസ്തുവിൽ ജീവിച്ചാൽ ക്രിസ്തുവിൽ മരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ക്രിസ്തുവിലാണോ ജീവിക്കുന്നത്? ആർ യു ഇൻ ക്രൈസ്റ്റ്? ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ ചങ്കിനകത്താണോ മോനെ നിൻ്റെ സ്ഥാനം? ആ ചങ്കിനകത്ത് നീ ഒതുങ്ങി നിൻ്റെ ലോകത്തിലുള്ള നിൻ്റെ ആ പ്രൗഢികളും നിൻ്റെ സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ എന്തും ആകട്ടെ, അതിനെയെല്ലാം ഇങ്ങനെ നിൻ്റെ തല ഉയർത്തി നീ അഹങ്കരിച്ച് നീ നിൽക്കുകയാണോ? നിനക്കുള്ള എനിക്ക് എന്തെല്ലാം ഉണ്ടെന്ന് ധാരണയിൽ, എന്തൊക്കെ എനിക്ക് സാധിച്ചു എന്നുള്ള ധാരണയിൽ നീ ഇങ്ങനെ തീർത്തിരിക്കുകയാണോ? എല്ലാ പ്രിയരെ, നിൻ്റെ വാസം ഈ ഭൂമിയിൽ യു ഷുഡ് ബി ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിലാണ് ആയിരിക്കണമെങ്കിൽ, ആ ഹൃദയത്തിൽ ആ ചങ്കിനകത്തായിരിക്കണമെങ്കിൽ നീ ഒതുങ്ങിക്കൂടണം. നിന്നെ തന്നെ താഴ്ത്തണം. തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എന്ത് ചെയ്യണം? താണിരിക്കൂ പ്രിയരെ. യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച് ആ തങ്ക തിരുരക്തത്താൽ കഴുകൽ പ്രാപിച്ചെന്ന് ഉറപ്പ് പ്രാപിച്ച് മനസ്സറിഞ്ഞൊരു പാപമെല്ലാം നിർണയിച്ച് നീ യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിക്കുമ്പോൾ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പുതിയ സൃഷ്ടിയായി ജീവിക്കുവാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ജീവിക്കുന്നവർക്കാണ് സ്വർഗരാജ്യം. അവരെ ചേർക്കാനാണ് യേശു വരുന്നത്. അവരെ ചേർക്കുവാനാണ് എൻ്റെ പ്രാണപ്രിയനായ യേശു വരുന്നത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന് വേണ്ടി നോക്കി പാർക്കുന്നവർ, ദൈവത്തിന് സ്തോത്രം, ആരാധനയിൽ വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലും കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കി പാർത്തിരിക്കുന്നവരെ ചേർക്കാനാണ് കർത്താവ് വരുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങളെല്ലാവരും കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കി പാർത്തിരിക്കുന്നവരാണോ? എൻ്റെ കർത്താവേ, ആമേൻ കർത്താവേ, വേഗം വരയണമേ. നിൻ്റെ പൊന്നുമുഖം കാണാൻ എനിക്ക് കൊതിയായി. കർത്താവേ, ആ പൊന്നുമുഖം എനിക്ക് കാണാൻ കൊതിയാണ്. എൻ്റെ ദൈവമേ, എനിക്ക് എത്രയും നേരത്തെ എൻ്റെ കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് എനിക്ക് വരണം. നിന്നെ എനിക്ക് മുഖാമുഖം കാണണം. നിന്നെ മാലാഹമാരോടൊത്തും കടന്നുപോയ വിശുദ്ധന്മാരോടൊത്ത് കർത്താവേ, നിന്നെ ഞങ്ങൾക്ക് ഒരു മനസ്സോടെ ഐക്യത്തോടെ ആത്മാവിൽ സ്തുതിക്കണം, നിന്നെ ആരാധിക്കണം. ഈ കൊതി നിങ്ങൾക്കുണ്ടോ പ്രിയപ്പെട്ടവർ? നിങ്ങളുടെ മുഖ്യ സന്തോഷമേത്? നിങ്ങളുടെ ലക്ഷ്യമേത്? ഈ ജീവിതത്തിലൊരു ലക്ഷ്യം വേണം, ഒരു പാത്ത്, ഒരു ഗോൾ. ദൈവത്തിന് സ്തോത്രം. ഏത് കാര്യത്തിലും ഒരു ഗോൾ വേണം, ഒരു ലക്ഷ്യം വേണം. ദൈവത്തിന് ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൻ്റെ ലക്ഷ്യം, ഏറ്റവും പരമോന്നതമായ ലക്ഷ്യം സ്വർഗരാജ്യം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വലിയ നാമമഹത്വപ്പെടട്ടെ. ഞാനൊരു സംഭവം വായിച്ചു. ഒരു ചെറുപ്പക്കാരൻ ഒരു കടൽ തീരത്തിരുന്നുകൊണ്ട് ചൂണ്ടയിടുകയാണ്. മീൻ പിടിക്കാനായിട്ട് ചൂണ്ടയിടുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുമ്പോൾ വേറൊരാൾ അവിടെ അടുത്ത് വന്ന് ആ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾ എന്തായി ചെയ്യുന്നത്? ഞാൻ മീൻ പിടിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം കുറേ നേരം അവിടെ നോക്കി നിന്നു. ആ മനുഷ്യൻ മീൻ പിടിക്കുന്നത്, ആ ചൂണ്ട അവിടെ വെള്ളത്തിലേക്ക് ഇടുന്നതും അതിൽ മീൻ കൊത്തുന്നതും ആ മീൻ കൊത്തുമ്പോൾ ഇങ്ങനെ വലിച്ച് പൊക്കിയെടുക്കുന്നതും എല്ലാം അദ്ദേഹം സസൂക്ഷ്മം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ചൊരു കാര്യം, ആ ചൂണ്ടയിൽ വലിയ മീനുകളൊക്കെ വന്ന് കൊത്തും. ഇദ്ദേഹം വലിച്ചെടുക്കുമ്പോൾ നല്ല ഭാരത്തോടെ വലിച്ചെടുക്കും. പക്ഷേ വലിയ മീനാണെന്ന് കാണുമ്പോൾ തിരിച്ച് അദ്ദേഹം ആ വെള്ളത്തിലേക്ക് ഇടും. തിരിച്ച് ആ വെള്ളത്തിലേക്ക് തന്നെ ആ ചൂണ്ട കൊളുത്തൂരി അതിനിടും. അങ്ങനെ മുഴുത്ത മീനുകളെ കിട്ടുന്നതെല്ലാം ആ വെള്ളത്തിലേക്ക് ഇടുക. കൊച്ചു പരലുകൾ പോലെയുള്ള കുഞ്ഞു മീനുകളൊക്കെ കൊത്തുമ്പോൾ അദ്ദേഹം വലിച്ചെടുത്ത് കരയിലേക്ക് ഇടും, അദ്ദേഹത്തിൻ്റെ കൂടയിലേക്ക് ഇടും. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്യുന്നത്? നല്ല വലിയ മീനൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ തിരിച്ച് വെള്ളത്തിലേക്ക് ഇടുന്നത്? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു പോലും, ആ ചൂണ്ടയിടുന്ന മനുഷ്യൻ പറഞ്ഞു, മൈ ഫ്രൈയിങ് പാൻ ഈസ് സോ സ്മോൾ. മൈ ഫ്രൈയിങ് പാൻ ഈസ് സോ സ്മോൾ. എൻ്റെ വറചട്ടി തീരെ ചെറുതാണ്. എൻ്റെ വറചട്ടി, ഞാൻ വറക്കാൻ ഉപയോഗിക്കുന്നതായ ആ വറചട്ടി തീരെ ചെറുതാണ്. എനിക്കതിനുള്ള മീൻ മതി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ്റെ ലക്ഷ്യം, ആ ഒരു ഇടുങ്ങിയ ലക്ഷ്യം, അത് മതിയെന്ന്, അതിലങ്ങ് സംതൃപ്തനാകുക. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും നമ്മുടെയൊക്കെ നിലപാട് അതല്ലേ? നമ്മുടെ മൈൻഡ് സെറ്റിനനുസരിച്ച്, നമ്മളുടെ ആ മനോഭാവത്തിനനുസരിച്ച്, നമ്മുടെ ഭാവനകൾക്കനുസരിച്ച്, നമ്മുടെ ഈ ലോകത്തിലെ ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള ഒരു ചെറിയ ലക്ഷ്യം, ഒരു ചെറിയ ലക്ഷ്യം, അതല്ലേ നമ്മുടെ പലരുടെയും ജീവിതത്തിൽ?
ഈ സ്വർഗരാജ്യം ലക്ഷ്യമാകണം, നിത്യജീവൻ ലക്ഷ്യമാക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇത് ആരെക്കൊണ്ട് സാധിക്കും? ഇതൊന്നും എനിക്ക് ആവശ്യമില്ല. തോന്നലില്ലേ പ്രിയപ്പെട്ടവർ? ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ലക്ഷ്യം, സ്വപ്നം എപ്പോഴും ഉന്നതമായ ലക്ഷ്യമായിരിക്കണം. ഉന്നതമായ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം എപ്പോഴും സ്വർഗമായിരിക്കണം. സ്വർഗത്തിൽ യേശുവിനോട് കൂടിയുള്ള വാസമായിരിക്കണം. അത് സ്വപ്നം കണ്ട് നാം ജീവിക്കണം. എപ്പോഴും അതായിരിക്കണം എൻ്റെ സ്വപ്നം. ആണോ പ്രിയപ്പെട്ടവർ? ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മൾ പലപ്പോഴും ഇടുങ്ങിപ്പോവുകയാണ്. നമ്മുടെ ചിന്താഗതി ഇടുങ്ങിപ്പോവുകയാണ്. ലോകത്തിലേക്ക് ഇടുങ്ങി നാം ഇങ്ങനെ ഞെരുങ്ങി ജീവിക്കുക. എന്നിട്ട് അതിൻ്റേതായ എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളും കണ്ണുനീരും പ്രിയപ്പെട്ടവർ എന്തെല്ലാം കെടുതികളാണ് പിന്നെ. കാരണം ലക്ഷ്യം ശരിയായില്ല. യു ഷുഡ് ഹാവ് വെരി ഹൈ ഡ്രീംസ്. ടു ഡ്രീം സ്മോൾ തിങ്സ് ഈസ് എ ക്രൈം. ആ പശ്ചാത്തലത്തിൽ നമ്മൾ അതിനെ ചിന്തിക്കണം പ്രിയപ്പെട്ടവർ. ഉന്നതമായ സ്വപ്നം, സ്വർഗരാജ്യ സ്വപ്നം കാണണം. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം. ഈ ആയുസ് കൊണ്ട് നേടേണ്ടത് ഈ സ്വർഗരാജ്യമാണ്, യേശുവാണ്. യേശുവിനെ കിട്ടിയാൽ നിത്യജീവനായി. നമ്മൾ ആദ്യം വായിച്ചല്ലോ, യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്, അവൻ തന്നെ സത്യദൈവവും നിത്യജീവനുമാകുന്നു. യേശുവിനെ കിട്ടിയോ പ്രിയരെ? എനിക്ക് വേണ്ടി ക്രൂശിൽ പടഞ്ഞു മരിച്ച എൻ്റെ പ്രാണപ്രിയനായ യേശു, അവൻ ഈ ചങ്കിലുണ്ടോ? അവനോട് കൂടിയാണോ നിൻ്റെ വാസം? പ്രിയപ്പെട്ടവരെ, യേശുവാണോ നിൻ്റെ ലക്ഷ്യം? യേശുവിനെ കിട്ടിയാൽ സ്വർഗരാജ്യമായി. യേശു വന്നാൽ സ്വർഗമായി. യേശു ഹൃദയത്തിൽ വന്നാൽ അവിടെ സ്വർഗം തുടങ്ങി. ദൈവത്തിൻ്റെ സ്തോത്രം. അവിടെ ഹൃദയം യേശുവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയുകയാണ്, ആ സ്നേഹം കൊണ്ട് നിറയുകയാണ്. പിന്നെ അവരൊരു ഇൻറ്റിമേറ്റ് പേഴ്സണൽ റിലേഷനാണ്. പിന്നെ പ്രാർത്ഥനയും നമ്മുടെ സ്തുതിയും നമ്മുടെ ഗാനങ്ങളും നമ്മുടെ പ്രവൃത്തികളും ചിന്തകളും എല്ലാം യേശുമയമായിരിക്കും. എ ക്രൈസ്റ്റ് സെൻറ്റേർഡ് ലൈഫ് ആണോ? അതാണോ ലക്ഷ്യം? പരിശോധിക്കണം. എ ക്രൈസ്റ്റ് സെൻറ്റേർഡ് ലൈഫ്. അങ്ങനെ ഒരു ജീവിതം നാം പ്രാപിച്ചില്ലെങ്കിൽ, നാം ഒരു മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ പ്രിയപ്പെട്ടവർ ഒരിക്കലും അന്നേരം ഒന്നും നേടാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇതിന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ രൂഢമൂലമായി യേശുവിനോടുള്ള സ്നേഹം, യേശുവിനോടുള്ള നന്ദിയും സ്തുതിയും ഹല്ലേലൂയയും നിൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞില്ലെങ്കിൽ, ഒരു വിശുദ്ധ ജീവിതത്തെ നീ ദാഹിച്ചില്ലെങ്കിൽ, യേശുവിൽ ആയി തീർന്നില്ലെങ്കിൽ, യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് വന്നില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മരണസമയത്ത്, വേർപാടിൻ്റെ സമയത്ത് നിങ്ങൾ നിരാശയോടെ നിങ്ങൾ അലറി വിളിക്കുകയും നിരാശപ്പെട്ട് പലതും പറയുകയും ചെയ്യും. ചില മരണങ്ങൾ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ അലറി വിളിക്കും, അവരെന്തൊക്കെയോ പുലമ്പും, അവർ വേണ്ടാത്ത വാക്കുകൾ പറയും. അങ്ങനെയൊക്കെ നിരാശയോടെ, ഭയങ്കരമായ വേദനയോടെ, നിരാശയോടെ കടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അല്ലാത്ത മരണം പലതും ഞാൻ കാണാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വചനം കേട്ട്, ഈ കൂട്ടായ്മയോട് ചേർന്ന് ദൈവവചനം കേട്ട് സന്തോഷവും സമാധാനം അനുഭവിച്ച് പ്രത്യാശയോടും യേശുക്രിസ്തുവിനുള്ള ആശ്രയത്തോടും യേശുവിനെ ഹൃദയത്തിൽ പേറിക്കൊണ്ടൊരു മനസാന്തര ജീവിതം, രക്ഷിക്കപ്പെട്ട ജീവിതം നയിച്ച എൻ്റെ സഹോദരി, എൻ്റെ സഹോദരൻ, എൻ്റെ മാതാവും പിതാവും, എൻ്റെ വീട്ടിലുള്ള എൻ്റെ ഒരു കൊച്ചു കുഞ്ഞുൾപ്പെടെ പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയപ്പെട്ട മാതാവും പിതാവും എൻ്റെ സഹോദരനും എല്ലാം എൻ്റെ അതുപോലെ ഭാര്യാപിതാവും, അവരൊക്കെ യേശുവിനെ സ്തുതിച്ചുകൊണ്ട് നല്ല പ്രസന്നമായ മുഖത്തോടെ അവർ കടന്നു പോകുന്നത് കാണാൻ ദൈവം ഭാഗ്യം തന്നു. കാരണം ആ മരണസമയത്ത് അവർ കാണുന്നത് ആ സ്വർഗീയമായ സ്വപ്നങ്ങളാണ്, സ്വർഗീയമായ കാഴ്ചകളാണ്. മാലാഖമാർ വന്ന് ചുറ്റും നിൽക്കും. ദൈവത്തിന് സ്തോത്രം. മാലാഖമാർ വന്ന് കിടക്കയ്ക്ക് ചുറ്റും നിൽക്കും, സ്വർഗീയ ഗണങ്ങൾ. കാരണം കർത്താവ് രക്തം കൊടുത്ത് മേടിച്ച വിലപ്പെട്ട സമ്പത്താണത്. ആ ആത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് സ്വർഗീയ അഭവമണ്ഡലത്തിലേക്ക് പറന്നുയരുവാൻ തക്കവണ്ണം മാലാഖമാർ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ സ്തുതിയുടെ ആ നാവിൽ നിന്ന് ഉയർത്തിരിഞ്ഞു വന്ന സ്തുതിയിൽ ആ മാലാഖമാരും സ്തുതിച്ച് ആ സ്തുതിയുടെ ചിറകിൽ അവരെ പറത്തിക്കൊണ്ട് പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം എന്ന് സമാധാനത്തോടെ പ്രസന്നമായ മുഖത്തോടെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു മരണമുണ്ട്, ഒരു വേർപാടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ നാം കരഗതമാക്കണമെന്നായി പറയുന്നത്, സ്വന്തമാക്കണം. പെട്ടെന്ന് മരിക്കാൻ പോകുമ്പോൾ പ്രിയപ്പെട്ടവർ ഇതൊന്നും ഓർക്കുകയില്ല. ഇതൊന്നും നമുക്ക് അന്നേരം നേടിയെടുക്കാൻ പറ്റുകയില്ല. ഇന്ന് സുബോധമുള്ളപ്പോൾ
നമുക്ക് ആത്മാവിൻ്റെ ദൈവത്തിൻ്റെ വചനം ആത്മാവിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, നമുക്ക് നല്ല സുബോധമുള്ളപ്പോൾ ഈ വചനം സ്വീകരിച്ച് എൻ്റെ കർത്താവേ ഇതെല്ലാം സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച് യേശുവിനോട് പറ്റിച്ചേർന്നൊരു ജീവിതം, സ്തുതിയിൽ അങ്ങ് ലയിച്ചു കിടക്കുന്ന ജീവിതം, ആത്മാവിൻ്റെ സന്തോഷത്തിൽ ലയിച്ചു കിടക്കുന്ന ജീവിതം, അനേകരെ അനുഗ്രഹിച്ചുകൊണ്ട് കടന്നു പോകുന്ന ജീവിതം, പ്രിയപ്പെട്ട മക്കളെയും പ്രിയപ്പെട്ടവരെയും എല്ലാം അനുഗ്രഹിച്ച് കടന്നു പോകുന്ന ഒരു ജീവിതം വേണ്ട പ്രിയരെ. ദൈവത്തിന് സ്തോത്രം. എപ്പോഴാണ് കടന്നു പോകുന്നതെന്ന് ആർക്കറിയാം? അതുകൊണ്ട് ഇതെല്ലാം പ്രാപിക്കേണ്ടേ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഒരുങ്ങുക പ്രിയരെ, ഒരുങ്ങുക. ദൈവത്തിന് സ്തോത്രം. മരണം എപ്പോൾ വന്നാലും സമാധാനത്തോടെ സന്തോഷത്തോടെ കടന്നു പോകാൻ നാം ഒരുങ്ങണം പ്രിയപ്പെട്ടവർ. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരുക്കം, ഒരു മഹോന്നതമായ ലക്ഷ്യം. ദൈവത്തിന് സ്തോത്രം. ആ ലക്ഷ്യം കൈവരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ഈ വചനം നിങ്ങൾ സ്വീകരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുവിൻ. യേശുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുവിൻ. ദൈവത്തിന് സ്തോത്രം. ആത്മാർത്ഥതയോടെ നിങ്ങളോട് സ്നേഹത്തോടെ ഞാൻ കെഞ്ചി അപേക്ഷിക്കുകയാണ്. മറക്കല്ലേ പ്രിയരെ, യേശുവിനെ മറക്കല്ലേ. യേശുവിൻ്റെ ക്രൂശമരണം മോനെ നിനക്ക് വേണ്ടിയാണെന്ന് നീ വിശ്വസിക്കൂ. നിന്റെ നാഥനെ, നിന്റെ കർത്താവിനെ രക്ഷിതാവുമായി, യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിക്കൂ. അവനെ നിന്റെ ചങ്കിലേക്ക് നീ ഏറ്റുവാങ്ങൂ. അവനോടെ വസിക്കട്ടെ, അവൻ നിന്നെ ഭരിക്കട്ടെ, അവൻ നിന്നെ അനുഗ്രഹിക്കട്ടെ, നിന്റെ തലമുറകളെ അനുഗ്രഹിക്കട്ടെ, നിന്റെ ലോകത്തിലെ നിനക്കുള്ളത് എല്ലാത്തിനെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ മുദ്ര അതിലെല്ലാം അണിയിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ ജീവിതം നിനക്കുള്ള മുഴുവനും യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. യേശുവിനോട് വാക്ക് പറയൂ, യേശുവേ ഈ നിമിഷം മുതൽ ഞാൻ നിൻ്റെ മാത്രമാകാം. എന്നെയും എനിക്കുള്ളതിനെയും മുഴുവനായി ഞാനിതാ നിനക്ക് തരുന്നു. യേശുവേ ഞാൻ എന്നെ നിനക്ക് തരുന്നു. എനിക്ക് നീ തന്നിട്ടുള്ളതെല്ലാം നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ നിമിഷം മുതൽ നാഥാ, എനിക്ക് വേണ്ടി മരിച്ച രക്ഷക, ക്രൂസിൽ എനിക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെ ഊറ്റി എന്നെ നിൻ്റെ ജീവൻ തന്ന് എന്നെ വീണ്ടെടുത്ത പിതാവേ, എൻ്റെ കർത്താവേ, എന്നെ ഇതാ നിനക്ക് തരുന്നു. നിന്നെ എൻ്റെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിക്കുന്നു. എൻ്റെ ദേഹി ആത്മാവും സമർപ്പിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്കുള്ള സകലത്തെയും സമർപ്പിക്കുന്നു. കർത്താവേ ഈ നിമിഷം മുതൽ ഞാൻ നിൻ്റെ വക. കരുണയുള്ള കർത്താവേ, എൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ. തീരുമാനമെടുത്ത മക്കളെയെല്ലാം എൻ്റെ കർത്താവിന് രക്തം പുരണ്ട പൊന്നുകരം ദൈവമേ ശിരസിൽ വെച്ച് അനുഗ്രഹിച്ച്, കർത്താവേ ദൈവമേ നിത്യജീവനും സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളുമാക്കി ഞങ്ങളെല്ലാവരെയും രൂപാന്തരപ്പെടുത്തണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. യേശുവേ എല്ലാ തൃക്കരങ്ങളെ തരുന്നു, അടികളെ തരുന്നു. ദൈവമേ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച അവിടുത്തെ പൊന്നുകരം നീട്ടിയതിനാൽ സ്തോത്രം. സ്വർഗീയ വചനങ്ങൾക്കായി സ്തോത്രം. സകല അടികൾക്ക് വേണ്ടി ജീവൻ തന്ന പ്രാണപ്രിയനായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ യാചിക്കുന്നു പിതാവേ. കൃപയോടെ കേട്ട് ഉത്തരവരുമാറാകണമേ. ആമേൻ.